റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിനെതിരായ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രശാന്തന്റെ പരാതി ലഭിച്ചില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന് ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. അർജുൻ കല്യാണുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, പരാതി ഇല്ലെന്നാണ് ഇപ്പോൾ വിവരാവകാശ രേഖയും വ്യക്തമാക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? ആര്യ, അതായത് TV പ്രശാന്തൻ, ഈ പെട്രോൾ പമ്പിന്റെ ഉടമ, മുഖ്യമന്ത്രിക്ക് ഈ നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി ഒരു വ്യാജ ഒപ്പാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. റിപ്പോർട്ടർ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയ്ക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇങ്ങനെയൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന തീയതികളിൽ ഈ 10/10/2024 ഒക്ടോബർ മാസം 10-ാം തീയതി ഇങ്ങനെയൊരു അപേക്ഷ പ്രശാന്തൻ, TV പ്രശാന്തൻ എന്ന പേരിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയായി ഇപ്പോൾ ലഭിക്കുന്നത്. റിപ്പോർട്ടർ തന്നെ നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയൊരു മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുകയാണ് പ്രശാന്തൻ പരാതി നൽകിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു പരാതി അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായൊരു ചോദ്യം. നേരത്തെ തന്നെ ഈ പരാതി വ്യാജമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒപ്പിലെ വൈരുദ്ധ്യവും അതുപോലെ തന്നെ ഈ പരാതിയിൽ പേരിലുള്ള വൈരുദ്ധ്യമെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പരാതി വ്യാജമാണ് എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള പ്രശാന്തൻ്റെ പേരിൽ ഒരു പരാതി ഈ പറയുന്ന തീയതിയിൽ 10/10/2024 അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായി തന്നെ വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകുകയാണ്. ഒരു വലിയ ഒരു വാർത്ത തന്നെയാണിത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങനെയൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിജിലൻസ് തന്നെ ഈ തെളിവെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വേണ്ടി വിജിലൻസ് ഓഫീസിലേക്ക് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ വിളിച്ചു വരുത്തിയിരുന്നു എന്നുമൊക്കെയാണ് പ്രശാന്തൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രേഖാമൂലം മറുപടിയായി ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചില ദുരൂഹതകൾ ഇതിനകത്തുണ്ടാകുന്നത്? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. വിജിലൻസ് ഓഫീസിലേക്ക് പ്രശാന്തൻ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഈ കൈക്കൂലി നൽകിയെന്ന് പറയപ്പെടുന്നതിന് തൊട്ടു പിന്നാലെ പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുക്കാൻ വേണ്ടി വിജിലൻസ് ഓഫീസിലേക്ക് പോയി എന്നൊക്കെ പ്രശാന്തൻ പറഞ്ഞിരുന്നു. പ്രശാന്തനെ അനുകൂലിക്കുന്നവർ CPIMൻ്റെ ചില സൈബർ വിങ്ങുകളെല്ലാം ആ കാര്യങ്ങൾ ആവർത്തിച്ച് ഈ പറയുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളെല്ലാം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആസൂത്രിതമായി കെട്ടിച്ചമച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനൗദ്യോഗികമായി ഇതിനു മുൻപ് ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ ഔദ്യോഗികമായി ഒരു വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി പറയുകയാണ് ഇത്രാം തീയതി 10/10/2024 അതിന് അടുത്ത ദിവസങ്ങളിലോ ഒരു പരാതിയും അല്ലെങ്കിൽ TV പ്രശാന്തൻ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുകയാണ്. വലിയ അതായത് ഇത്രയും കാലം പ്രധാനമായും TV പ്രശാന്തനും അതുപോലെ തന്നെ PP ദിവ്യയുടെ അഭിഭാഷകനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഉൾപ്പെടെ കോടതിയിൽ ഉൾപ്പെടെ വാദമായി വന്നതാണ്. അതായത് ഇങ്ങനെ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസിലേക്ക് ഈ പ്രശാന്തനെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് PP ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള K വിശ്വൻ കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രേഖയാണ് ഇപ്പോൾ ഔദ്യോഗികമായി റിപ്പോർട്ടർ തന്നെ പുറത്തുവിടുന്നത്. റിപ്പോർട്ടർ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ TV പ്രശാന്തൻ എന്ന പേരിൽ 10/10/2024 അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിലുള്ള മറുപടിയിൽ വ്യക്തമാകുന്നത്. ആര്യ, അർജുൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത്തരത്തിലൊരു സ്ഥിരീകരണം നൽകുമ്പോൾ ഈ പ്രശാന്ത് പറഞ്ഞ, ഇപ്പോൾ അർജുൻ സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുകയല്ലേ? തീർച്ചയായിട്ടും ഈ കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു വാദമുഖമായി PP ദിവ്യയുടെ അഭിഭാഷകൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലും അപേക്ഷ നൽകി അത് പരിഗണിക്കുന്ന വേളയിലുമെല്ലാം പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ഈ TV പ്രശാന്തൻ നൽകിയ പരാതിയായിരുന്നു. ആ പരാതിയുടെ ഭാഗമായി